ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രപഞ്ചം നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഷൈനികൃഷ്ണ ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുകയായിരിക്കും. ഒന്നുകിൽ അതും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് തന്നെയായിരിക്കും, ഇത് വേണോ അത് വേണോ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചാലഞ്ച് വന്ന് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വന്നിട്ട് ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഏത് കാര്യത്തിലായാലും മറ്റൊരു വ്യക്തി കൂടെ നിങ്ങൾക്കൊരു കോമ്പറ്റീഷനായിട്ട് വന്ന് നിന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങളെ ചൂസ് ചെയ്യാതെ ചില വ്യക്തികൾ നിന്നിട്ടുണ്ടാവും. അത് എന്തായാലും അത് ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ ഇനി ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ ഫ്യൂച്ചർ എന്താവും, എൻ്റെ ഫ്യൂച്ചറിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുമോ, എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ഇരിക്കുമോ, എനിക്കെല്ലാം നഷ്ടപ്പെടുമോ. ഇത് നിങ്ങളുടെ കരിയറോ പണമോ റിലേഷൻഷിപ്പിൻ്റെ ഏത് കാര്യത്തിലായാലും അങ്ങനെ ഒരു പേടിയാണ് നിങ്ങൾക്ക്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ്. ബട്ട് പ്രപഞ്ചം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പേടിക്കുമ്പോൾ അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നടക്കുന്നതായി ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു തുടക്കം വരുന്നതായും അത് നല്ല രീതിയിൽ നടക്കുന്നതായും മാത്രം നിങ്ങളോട് ചിന്തിക്കൂ എന്നാണ് പ്രപഞ്ചം പറയുന്നത്. അതുകൊണ്ട് ഈ പേടിയും ഡൗട്ടും എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ സക്സസ് ആയിട്ട് പോകുന്നതായിട്ട് മാത്രം ചിന്തിക്കാനാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയി 11 എന്ന് കമൻറ്റ് ചെയ്ത് ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.